ഹലോ ഹായ് അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചോറിന് വെള്ളം വെക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഗ്യാസ് തീർന്നത് അറിയണത്. പിന്നെ കുറച്ച് വിറകൊക്കെ വെട്ടിയെടുത്ത് അടുപ്പ് കത്തിച്ച് അടുപ്പിൽ ചോറ് വെക്കാമെന്ന് വെച്ചു കേട്ടോ. ചോറ് മാത്രമല്ല ബാക്കി എല്ലാ ഇന്നത്തെ പരിപാടിയും അടുപ്പിലായിരുന്നു. നാളെ ഉള്ളൂ ഗ്യാസ് കിട്ടുക. ഇന്നലെ അപ്പുറത്തെ വീട്ടിലെ ചക്ക തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക കഴിച്ച് കഴിഞ്ഞപ്പോൾ ചക്കക്കുരു ബാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ ചോറൊക്കെ വേവായിട്ടോ. ചോറ് വേവായി, ചോറ് വാർത്ത് വെച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ന് ചക്കക്കുരു മുരിങ്ങേൻ്റെ ഇലയാണ് കറി വെക്കുന്നത്. ചക്കക്കുരുയുടെ മുകളിലുള്ള ബ്രൗൺ കളറ് കളയാൻ പറ്റില്ല കേട്ടോ. ഇത് കുറച്ച് പേരൊക്കെ ഇത് കളയുന്നുണ്ടാവും, അധികം പേർക്കും ഇത് അറിയായിരിക്കും. ഇതിൻ്റെ മുകളിലുള്ള ഈ ബ്രൗൺ കളറിലാണ് വൈറ്റമിൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ അടുപ്പിൽ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ചട്ടിയാണ് കേട്ടോ ഉപയോഗിക്കാറ്. ബാക്കിയുള്ള ചട്ടിയൊന്നും എടുത്ത് വെറുതെ കരിയാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ ചട്ടി അടുപ്പിൽ വെക്കുന്ന ചട്ടിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് മുരിങ്ങേൻ്റെ ഇല വേണം. മുരിങ്ങേൻ്റെ ഇല അപ്പുറത്തെ വീട്ടിൽ പോയി കൊണ്ടുവരണം. വേവിക്കാൻ വെച്ച ചക്കക്കുരുവിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇട്ട് തിളപ്പിക്കാൻ വെച്ചു. പച്ചമുളക് ഞാൻ ഇപ്പോൾ കീറിയിട്ടിട്ടില്ല, മുരിങ്ങയില വെക്കുമ്പോൾ അതിലേക്ക് കീറിയിടാന്ന് വെച്ചു. പാത്തുതി കുളിച്ച് സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ. ഉടുപ്പൊക്കെ ഇട്ട് തലയിൽ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ടുണ്ട് പാത്തു. ഞാനും മക്കളും കൂടി അപ്പുറത്തെ വീട്ടിലേക്ക് മുരിങ്ങൻ്റെ ഇല പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ അവർ മുരിങ്ങൻ്റെ ഇലയുടെ കൊമ്പ് പൊട്ടിച്ചു കേട്ടോ. ഓക്കെ, പാത്തു മുരിങ്ങൻ്റെ ഇല ഉരി തരുന്നുണ്ടോ അമ്മച്ചിക്ക്? കുറച്ച് മുരിങ്ങൻ്റെ ഇല റംലത്തി എടുത്തു. ബാക്കി മുരിങ്ങൻ്റെ ഇലയും പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ച് വെള്ളക്കാന്താരി ഞാൻ പൊട്ടിച്ച് കൊടുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സനമോളാണ്, അപ്പോൾ കുറച്ച് ക്ലിയർ കുറവുണ്ട്. ഞാൻ വീഡിയോക്ക് സൗണ്ട് കൊടുക്കുകയെന്ന് കാണുമ്പോൾ പാത്തു അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും കേട്ടോ. പിന്നെ മുരിങ്ങൻ്റെ ഇലയ്ക്ക് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയ ഒരു ഇലയാണ് മുരിങ്ങൻ്റെ ഇല. കണ്ണിന് കാഴ്ച ശക്തി കൂടാനും പിന്നെ നമ്മുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ചക്കക്കുരു ഇതേ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഈ മുരിങ്ങൻ്റെ ഇല താളിക്കാട്ടോ. താളിച്ചയിലേക്കാണ് ചക്കക്കുരു ഇടേണ്ടത്. വേവിച്ച ചക്കക്കുരു നല്ല വെള്ളക്കാന്താരി കേട്ടോ. വലിയ എരിവൊന്നും ഉണ്ടാവില്ല, പാകത്തിന് എരിവ് ഉണ്ടാവുള്ളൂ. ഇത്രയും മതി. പാത്തുവിനെ കഴിക്കാനുള്ളതാണ്, അപ്പം അത് കാരണം ഇത്രയും മുളക് മതി. ചെറിയ ഉള്ളി വെള്ളക്കാന്താരിയും കൂടി എണ്ണയിൽ തൂമിച്ചെടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ ഊരി വെച്ച് മുരിങ്ങൻ്റെ ഇല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉള്ളിയും മുളകും ചതച്ചാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. കയ്യിൽ ചട്ടിയിൽ വെച്ചിട്ടേ തൊടാൻ പറ്റില്ല, ചൂടാണ്. അടുപ്പിൽ നമ്മൾ വിചാരിച്ച പോലെ തീ കുറക്കാൻ പറ്റില്ലല്ലോ. ഗ്യാസിലാകുമ്പോൾ നമുക്ക് തീ കുറക്കാം, അടുപ്പിലാകുമ്പോൾ ഭയങ്കര റിസ്ക്കാട്ടോ. കയ്യുമ്പോഴൊക്കെ ചൂട് വരികയാണ്. ഇനി നമുക്കിതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുരിങ്ങാത്താളിപ്പ് ഉണ്ടാക്കുമ്പോൾ മുരിങ്ങൻ്റെ ഇല ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാറ്. ചിലർ കഞ്ഞിവെള്ളം തിളച്ചിട്ട് അതിലേക്ക് മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കും. ഇനി വേവിച്ച് വെച്ച് ചക്കക്കുരു ഇതിലേക്ക് ഇടാം. ചക്കക്കുരും പാവക്കുപ്പേരും നല്ല ടേസ്റ്റല്ലേ. പാവയ്ക്ക ഉണ്ടെങ്കിൽ ഞാൻ ചക്കക്കുരും പാവക്കുപ്പേരും ഉണ്ടാക്കാമെന്ന് വെച്ചതാണ്. ഇനി ഈ മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരും തിളച്ചിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഇതിൽ വറ്റിപ്പിക്കണം. ഇന്നലെ ചെമ്മീൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടിയിൽ കുറച്ച് ചോറ് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ചട്ടിയിൽ ചോറ് കഴിക്കാന്ന് വെച്ചിട്ടാട്ടെ. അല്ലെ പാത്തുവിന് ചട്ടിച്ചോറ് ഇഷ്ടാട്ടോ. പാത്തു ചട്ടിയിൽ ചോറ് എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ പാത്തുവിന് ചട്ടിച്ചോറ് വേണമെന്ന് പറയും. ഈ ഓരോരുത്തർ ചെയ്യുന്ന റീൽസൊക്കെ കണ്ടിട്ടേ. അപ്പൊ ഇന്ന് ഞങ്ങൾ ചട്ടിയിൽ ചോറ് കഴിക്കാന്ന് വെച്ചു. പിന്നെ ഇതേ ഇവിടെ അടുപ്പില് ഇന്നലത്തെ ചെമ്മീൻ തേങ്ങ അരച്ച കറിയാണ് കേട്ടോ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാത്തുവിന് മാറ്റി വെച്ച് ഇന്നലത്തെ ചെമ്മീൻ്റെ റോസ്റ്റായിരുന്നു. പാത്തു നേരത്തെ കടന്നു തുടങ്ങി, അപ്പോൾ പാത്തുവിൻ്റെ ചെമ്മീൻ റോസ്റ്റാണിത്. ചക്കക്കുരു മുരിങ്ങേൻ്റെ ഇലയും താളിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ നമ്മുടെ ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ വറുത്തത്, ചെമ്മീൻ റോസ്റ്റ്, പച്ച ചെമ്മീൻ തേങ്ങ അരച്ച കറി, നമ്മുടെ മുരിങ്ങേൻ്റെ ഇലയും ചക്കക്കുരും താളിപ്പ്. എനിക്കൊരു മുട്ട വറുത്തതും കൂടി വേണ്ടിയിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് ചട്ടിച്ചോറ് വെക്കട്ടെ. പാത്തു ചട്ടിയിട്ട് വട്ടം കറക്കാണ് കേട്ടോ. കണ്ട വട്ടം കറക്കാണ്. ചക്കക്കുരു പാത്തു ചക്കക്കുരു കഴിച്ചു നോക്കി. ചക്കക്കുരു മുരിങ്ങൻ്റെലയും ഇതുപോലെ സൂപ്പ് പോലെ താളിപ്പ് പോലത്തെ കറി വെക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വെക്കണം കേട്ടോ. നല്ലൊരു ഹെൽത്തി
കറിയാണത്. പാത്തുവിന് ഇഷ്ടമായോ? ആ മുരിങ്ങന്റെ ഇലക്കിൽ ആ പച്ച വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ സന? പച്ച ചെമ്മീനും ഉണക്കച്ചെമ്മീനും അല്ല പച്ച ചെമ്മീനും മസാല ഇട്ട ചെമ്മീനും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് പിടുത്തം പിടിക്കട്ടെ കേട്ടോ. പത്തു ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ഈ കുഞ്ഞു ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവരും. ഇയാളെ കണ്ട പാത്തു ചട്ടിയും കൊണ്ട് പോവുകയാണ്. പാത്തു ചട്ടിയും കൊണ്ട് പോകാൻ ഞങ്ങൾക്ക് കഴിക്കാൻ തരുന്നില്ല. സ്കിപ്പ് ചെയ്യാൻ ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി. പാത്തു ചട്ടി തരുന്നില്ല കേട്ടോ. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചട്ടിച്ചോറ് കഴിക്കും. വെറുതെ അല്ല എല്ലാവരും ചട്ടിച്ചോറ് കഴിക്കുന്നത്. ചിലവരൊക്കെ ഹോട്ടലിൽ പോയിട്ട്, ഇത് ഈ ചട്ടിച്ചോറിന്റെ ട്രെൻഡ് ഇറങ്ങിയ കാലത്ത് ചിലവരൊക്കെ ഹോട്ടലിൽ പോയി ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ പാത്തുവിന്റെ പ്രഗ്നൻസി ആയിരുന്നു കേട്ടോ. അത് കാരണം എനിക്കിങ്ങനെ ഇറച്ചി മീനും എല്ലാം കൂടി മിക്സ് ചെയ്തത് കാരണം ഞാൻ കഴിച്ചിരുന്നില്ല. എന്തായാലും ചട്ടിച്ചോറ് സൂപ്പറാണ് അല്ലെ പാത്തു? അപ്പോ ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി പറയണേ, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അല്ലെ പാത്തു? നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം കേട്ടോ. ഇനി പണ്ടത്തെ പോലെ കോമഡി റീൽസോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പൊ യൂട്യൂബിന്റെ ന്യൂ അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നമ്മുടെ വീട്ടിലുള്ള വീഡിയോസും ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോസും വല്ലപ്പോഴൊക്കെ ട്രാവൽ ചെയ്യുള്ളൂ, അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഞാൻ വീഡിയോ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ചട്ടിച്ചോറ് എൻ്റെ കൂടെ തീരും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.